ഒരു നാർസിസ്റ്റിക് അബ്യൂസിൽ നിന്ന് സർവൈവ് ചെയ്തു വന്ന ഒരാൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും. അയാളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് അയാൾക്ക് മനസ്സിലാവാൻ കുറെ സമയമെടുക്കും. ആദ്യം അയാൾ ചിന്തിക്കുന്നത് എപ്പോഴും എൻ്റെ സമയം, എൻ്റെ ഒരുപാട് കാര്യങ്ങൾ, ഫൈനാൻഷ്യലി ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. ആ ഒരു നഷ്ടബോധത്തിലായിരിക്കും അയാളുടെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലും ശരീരത്തിലുമുള്ള ഓരോ മുറിവുകളും ഉണങ്ങി അയാൾ സ്വന്തം സമാധാനത്തോടെയുള്ള ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് അയാൾക്ക് ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഈസി ആയിട്ട് തോന്നും എന്നെനിക്കറിയില്ല. പക്ഷെ ഇതിൽ നല്ല ഒരു സൈഡും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സൈഡും അതുപോലെ തന്നെ കുറെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറും കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ടോപ്പിക്കിലേക്ക് പോവാം. ഈ ഒരു ടോപ്പിക്ക് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, നിങ്ങളിവിടെ തോറ്റുപോയിട്ടില്ല. നിങ്ങൾക്കുള്ളിലുള്ള ഈ ഒരു സൈലൻസ്, എംപ്റ്റിനെസ്, ഈ ഒരു കൺഫ്യൂഷൻ, ഇതിൻ്റെയൊക്കെ കാരണം മുൻപുണ്ടായിരുന്ന ആ ഒരാൾ അല്ല നിങ്ങൾ. ആ ഒരാളായിട്ട് മുന്നോട്ടുള്ള ജീവിതം ഇനി ഇമ്പോസിബിൾ ആണ്. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഹൈ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് വേണം, നല്ല ബൗണ്ടറീസ് വേണം, കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വേണം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയ പോലെയല്ല, മനുഷ്യരിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഓരോ മനുഷ്യരുടെ സ്വഭാവവും റിയലൈസ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും ഇത്. കൂടെ നിന്ന് ചതിച്ചവർ, ഈ നാർസിസ്റ്റിനെ സപ്പോർട്ട് ചെയ്തവർ, അങ്ങനെ ഒരുപാട് നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് വന്ന ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങളായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം ഉൾക്കൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നാൻ പോകുന്ന ഒരു കാര്യം. സോ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലായ്പ്പോഴും ചിന്തിക്കേണ്ടത്, നിങ്ങൾ വലിയ ഒരു സ്റ്റേജ് ഓഫ് ലൈഫ് ഡിഫിക്കൽട്ടീസ് ഓവർകം ചെയ്ത് ഇതുവരെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് കുറച്ച് സ്ട്രെങ്ത് ഒന്നും പോരാ. മറ്റുള്ളവരെക്കാൾ ഒരുപാട് വലിയ മനസ്സും വലിയ ഒരു ശക്തിയും നിങ്ങൾക്കുള്ളിലുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കണം. എന്നിട്ട് മാത്രം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ലൈഫിൽ അപ്ലൈ ചെയ്ത് ചിന്തിച്ചു നോക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ഇവിടെ ഒരു വിക്റ്റിമായിട്ട് ഇത്രയും കാലം വന്ന നിങ്ങൾ സഡൻലി ഒരു സർവൈവർ സ്റ്റേജിലേക്കാണ് കയറാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു പഴയ ബിഹേവിയർ ആയിരിക്കില്ല. കാണുന്നവർ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര റൂഡായി പോയി, പഴയ സ്വഭാവമില്ല, ഇങ്ങനെ ഒരുപാട് ക്രിട്ടിസൈസിങ് മൂഡിലായിരിക്കും. ഇതിൻ്റെ കാരണം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ബൗണ്ടറീസ് കീപ്പ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. ഓരോ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ഇന്റർഫിയർ ചെയ്യാം, എന്ത് തെറ്റ് എന്ത് ശരി എന്നുള്ളത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് സെൻസ് ചെയ്യാൻ തുടങ്ങും. ഇതിനെ പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന് പറയും. ഒരാൾ പാറ്റേൺ ആയിട്ട് നെഗറ്റീവായിട്ടോ ടോക്സിക് ആയിട്ടോ പെരുമാറുന്നുണ്ടെങ്കിൽ നിങ്ങളത് അതിവേഗം കണ്ടുപിടിക്കും. ഇത് ആ നാർസിസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സൂപ്പർ പവറാണ്. ഇതിലായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നത്. ഓരോ ആളുകളെ ചൂസ് ചെയ്യുന്നതും ഈ ഒരു ചിന്തകൾ വെച്ചിട്ടായിരിക്കും. അത്ര വേഗമൊന്നും നിങ്ങൾ പൊട്ടിത്തെറിച്ച് പ്രശ്നമുണ്ടാക്കിയില്ലെങ്കിലും നോ പറയേണ്ട ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നോ പറയും. പക്ഷേ ഈ നോ ഒരിക്കലും വെറുതെ അങ്ങ് നോ പറയുന്നത് ആയിരിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഓരോ എക്സ്പീരിയൻസും വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഹെൽത്തി ബൗണ്ടറി ആയിരിക്കും അത്. ഈ ഹെൽത്തി ബൗണ്ടറി, അതുപോലെ പാറ്റേൺ റെക്കഗ്നിഷൻ, ഇതുപോലെ തന്നെ ഒരു ഹൈ ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടെ നിങ്ങൾക്കുള്ളിൽ പതിയെ വളർന്നു വരും. ആ നാർസിസിസ്റ്റിന്റെ ഓരോ അബ്യൂസിനും, ഓരോ വാക്കുകൾക്കും, ഓരോ ട്രിഗറിനും റിയാക്ട് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾ പതിയെ കാമായിട്ട് റെസ്പോണ്ട് ചെയ്തു തുടങ്ങും.
ഈ ഹൈ റിയാക്ഷൻ കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല എന്നുള്ളത് നിങ്ങൾക്കും മനസ്സിലാവും. ഒരാൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്കുള്ളിലെ ആ ഒരു ഇമോഷൻസിനെ പുറത്തെടുക്കാനോ നിങ്ങളെ കൺട്രോൾ ചെയ്യാനോ പറ്റാത്ത ഒരു അവസ്ഥയാവും. ഇതും ഒരു വലിയ സ്ട്രെങ്ത് ആയിട്ട് നിങ്ങളുടെ കൂടെ മുന്നോട്ട് വരും. അടുത്ത ഒരു വലിയ ക്വാളിറ്റി നോട്ട് ചെയ്യപ്പെടുന്നത് സെൽഫ് ട്രസ്റ്റ് ആയിരിക്കും. ആ ഒരു വിക്റ്റിമായിട്ട് നിൽക്കുന്ന സ്റ്റേജിൽ നിങ്ങൾക്ക് ഒരു സ്വയം വിശ്വാസം ഉണ്ടാവില്ല. എല്ലാം എൻ്റെ തെറ്റാണോ, ഈ ഒരു ചിന്തയിലായിരിക്കും നിങ്ങൾ മുന്നോട്ട് വരുന്നത്. പക്ഷേ അവിടെ നിന്ന് ആ സർവൈവറിലേക്കുള്ള ആ ഒരു യാത്രയിൽ നിങ്ങളുടെ ആ ഒരു ട്രസ്റ്റ് നിങ്ങൾ റീബിൽഡ് ചെയ്തെടുക്കും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങും. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ കാര്യത്തിലും ഓരോ തീരുമാനത്തിലും നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ആർക്കും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാനോ നിങ്ങളെ ട്രിഗർ ചെയ്യാനോ സാധിക്കില്ല. നിങ്ങൾ സ്വയം വിശ്വസിച്ച് നിങ്ങളുടെ ആ ഒരു ഇന്നർ വോയിസ് പറയുന്നത് ഓരോന്നും നിങ്ങൾ ചെക്ക് ചെയ്യാൻ തുടങ്ങും. കാരണം ആ നാർസിസ്റ്റിന്റെ കൂടെ നിന്ന ഓരോ ദിവസവും നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ഇത് നല്ലതല്ല, ഇത് എന്നെ നശിപ്പിക്കുന്നുണ്ടെന്ന്. പക്ഷേ നിങ്ങളത് ശ്രദ്ധിച്ചില്ല. ഈ ഒരു കുറ്റബോധം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിലും അത് ഇനി അങ്ങോട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഇന്നർ വോയിസ് പറയുന്നതും ഇനി അങ്ങോട്ട് നിങ്ങൾ കുറച്ച് പരിഗണിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. ഇതിനേക്കാൾ വലുതായിട്ട് ഇനി അങ്ങോട്ട് നിങ്ങളൊരു നാർസിസ്റ്റിക് പ്രൂഫായിട്ടായിരിക്കും ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങളൊരു നാർസിസ്റ്റിനെ ഇനി കണ്ടുമുട്ടില്ല എന്നല്ല. ഇതുവരെ നിങ്ങളെ ആ നാർസിസ്റ്റ് കൺട്രോൾ ചെയ്ത പോലെ ഇനി ഒരാൾ നിങ്ങളെ കൺട്രോൾ ചെയ്യില്ല എന്നതാണ്. ഒരു ടോക്സിക് എൻവിറോൺമെന്റും നിങ്ങളുടെ മനസ്സോ ശരീരമോ അക്സെപ്റ്റ് ചെയ്യില്ല. നിങ്ങളത് വളരെ സിമ്പിളായിട്ട് റിജക്റ്റ് ചെയ്യും. ഇവിടെ നിങ്ങൾ ഓവർ കെയർ ചെയ്യുന്നത് നിർത്തും, ഓവർ പ്രൊവൈഡ് ചെയ്യുന്നത് നിർത്തും. ഓരോരുത്തർക്കും എന്ത് കൊടുക്കാം, അവരെനിക്ക് എന്ത് തരുന്നുണ്ട്, ഓരോ മനുഷ്യരും എന്നോട് എങ്ങനെ പെരുമാറുന്നു, ഞാൻ തിരിച്ചെങ്ങനെ പെരുമാറണം, ഇങ്ങനെ ഓരോ കാര്യത്തിലും നിങ്ങൾ ചിന്തിച്ച് കണക്ക് കൂട്ടി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഇത്രയും സ്ട്രോങ് ആയിട്ടായിരിക്കും ഒരു സർവൈവർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം പോകാൻ പോകുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിലും കൂടുതൽ ഡീപ്പായിട്ടായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഫീൽ ആവുന്നത്. ഇതിൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പോലും പറ്റിയെന്ന് വരില്ല. കുറെ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും ഞാൻ ഇത്രയും മാറി, ആ നാർസിസ്റ്റാണ് എനിക്ക് ഇത്രയും എനർജി തന്നത് എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത് അവിടെയായിരിക്കും. ഉള്ളിലൊരു പേടിയില്ല, കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നു, പ്രതികരിക്കുന്നു. ആരുടെ ക്രിട്ടിസൈസിങ്ങും ഒരു പ്രശ്നമല്ല. ആര് എന്തു പറഞ്ഞാലും എന്നെ എങ്ങനെ കണ്ടാലും എനിക്കൊരു കുഴപ്പവുമില്ല. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെയാണ് നാർസിസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ ഇതുവരെ എത്തിയിട്ടില്ലെങ്കിലും നിങ്ങൾ ട്രസ്റ്റ് യുവർ സെൽഫ്, യു വിൽ ബി ദയർ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും ആ ഒരു സ്റ്റേജിൽ തീർച്ചയായിട്ടും എത്തും. ആ ഒരു സ്റ്റേജിൽ യു ഡോണ്ട് അട്രാക്ട് ബെറ്റർ ബൈ ലക്ക്, യു അട്രാക്ട് ബെറ്റർ ബൈ ചേഞ്ചിങ് വാട്ട് യു അലോ. എന്ന് വെച്ചാൽ നിങ്ങൾ ഇനി അങ്ങോട്ട് തിരഞ്ഞെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ലക്കിലായിരിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിലെടുത്തിട്ടുള്ള ഉണ്ടായിട്ടുള്ള ഓരോ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഓരോ വ്യക്തിയെയും ഓരോ സാഹചര്യത്തിനെയും തീരുമാനിക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ സമാധാനമായിരിക്കും ഏതൊരു പ്രശ്നത്തെക്കാളും വലുതായിട്ട് ചൂസ് ചെയ്യുന്നത്. ക്ലാരിറ്റി ആയിരിക്കും എത്ര വലിയ കൺഫ്യൂഷന്റെ മേലെയും ചൂസ് ചെയ്യുന്നത്. ഏതൊരു കുറ്റബോധത്തെക്കാളും സെൽഫ് റെസ്പെക്റ്റ് ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഇങ്ങനൊരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലും വരും, ഇന്നല്ലെങ്കിൽ നാളെ. ഈ ഒരു ദിവസത്തിലേക്കുള്ള നിങ്ങളുടെ യാത്ര അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നിങ്ങൾ നേടിയെടുക്കുന്ന ഓരോ അറിവുമാണ് നിങ്ങളെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കുന്നത്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന്
കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ സ്റ്റേ അവെയർ, സ്റ്റേ ഗ്രൗണ്ടഡ്, ബി എംപതറ്റിക്. ദിസ് ഈസ് TQ Talks.